എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ തുടരും. ഏപ്രിൽ 25-ന്, അതായത് ഇനി വെറും 2 ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ റിലീസിനുള്ളത്. തുടരും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നതോടുകൂടി തന്നെ സിനിമക്കുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിച്ചിരിക്കുകയാണ്. പഴയ ആ ഒരു വിന്റേജ് ലാലേട്ടന്, അതായത് ഒരു സാധാരണക്കാരന്റെ വേഷം ഒരു ചിത്രത്തിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ട് കുറെ നാളുകളായി. ആ ഒരു പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നാണ് ഒഫീഷ്യൽ ട്രെയിലർ കണ്ട ഓരോ പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലടക്കം ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളായ ബുക്ക് മൈ ഷോയിലേക്ക് ചിത്രത്തിന്റെ ഓരോ തിയേറ്ററുകളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ വൻപൻ പണം കൊയ്ത എമ്പുരാന് ശേഷം എത്തുന്ന ചിത്രമെന്ന നിലയിലും അതോടൊപ്പം എവർഗ്രീൻ മലയാള താരജോഡികളായ ലാലേട്ടനും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും അതോടൊപ്പം ഹിറ്റ് സിനിമകൾ മാത്രം മലയാള സിനിമക്ക് ഇതുവരെ സമ്മാനിച്ചിട്ടുള്ള തരുൺമൂർത്തി എന്ന സംവിധായകന്റെ കീഴിൽ ലാലേട്ടനെ പോലുള്ള ഒരു താരം എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഏപ്രിൽ 25-ന് ആരാധകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഓരോ കേന്ദ്രങ്ങളിലും മികച്ച ബുക്കിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. തുടരുമെന്ന സിനിമയിൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ റോളിലാണ് ലാലേട്ടൻ എത്തുന്നത്. ഷൺമുഖം എന്ന കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ ഒരുപാട് സങ്കീർണമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ചിത്രം കൂടിയാണ് തുടരും. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇതിനോടകം തന്നെ തുടരുമെന്ന ലാലേട്ടൻ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.